വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു കിടിലം ബോട്ടി മസാല ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ കൂടെ ഒരു ഈസി സ്നാക്സും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം ഈ ബോട്ടി ഒന്ന് നന്നായി കഴുകിയെടുക്കണം. സാധാരണ മീറ്റ് കഴുകുന്ന അത്ര കഴുകിയാൽ പോരാ. ബോട്ടി ആവുമ്പോൾ കുറച്ചുകൂടി നന്നായി കഴുകണം. എന്നാൽ മാത്രമേ ബോട്ടിയുടെ ആ സ്മെല്ലൊക്കെ പോവുള്ളൂ. ഇത് നേരെ കുക്കറിലേക്ക് ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് അടച്ചു വെക്കണം. കുറച്ച് വെള്ളം കൂടി ചേർക്കണേ. എന്തിനാണെന്ന് വെച്ചാൽ ബോട്ടി നന്നായി തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയാണ്. ബോട്ടി നന്നായി തിളപ്പിച്ച് അതിൻ്റെ വെള്ളമെല്ലാം ഒഴിവാക്കണം. എന്നാലാണ് അതിലെ നെയ്യൊക്കെ ഒഴിവാക്കാൻ പറ്റുള്ളൂ. ഇനി വീഡിയോയിൽ കാണുന്നത് പോലെ ഒരു കുടം വെളുത്തുള്ളിയും 3 കഷ്ണം ഇഞ്ചിയും ഒരു 12 ചെറിയുള്ളിയും 1.5 ടീസ്പൂൺ വലിയ ജീരകവും ഒരു 4 ടീസ്പൂൺ കുരുമുളകും 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളവും ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം. ഇത് ഞങ്ങളുടെ പുതിയ മിക്സിയാണ് കേട്ടോ. ഇത് നന്നായി അരഞ്ഞു കെട്ടിയിട്ടുണ്ട്. വിസിലടിച്ചു. തുറന്നു നോക്കാം. ഇനി ഇതിന്റെ വെള്ളമൊക്കെ കളയണം. എന്നിട്ട് ഇതവിടെ മാറ്റി വെക്കാം. ഇനി ഒരു പാത്രം ചൂടാക്കി അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ അരച്ചു വെച്ച മസാല അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ മസാല എണ്ണയിലൊന്ന് നന്നായി മൂപ്പിച്ചെടുക്കണം. ഹൈ ഫ്ലെയിമിൽ ഇടാൻ പാടില്ല. അതിൻ്റെ ഇടയിലൊന്ന് കറണ്ട് പോയി. അതുകൊണ്ടാണ് കേട്ടോ വീഡിയോ കുറച്ച് ഇരുട്ടായി പോയത്. ഇപ്പൊ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ബോട്ടി ചേർത്ത് കൊടുക്കാം. ഇത് നേരത്തെ തന്നെ പകുതി കുക്കായതാണല്ലോ. ഇനി ഈ മസാല ചേർത്താണ് മുഴുവനായി കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇത് റെഡി ആവുമ്പോഴേക്കും നമുക്ക് വേറൊരു പണിയുണ്ട്. എന്താണല്ലേ, ഇപ്പൊ കാണിച്ചു തരാം. നമ്മുടെ ഫേവറേറ്റ് പോപ്കോൺ. ഇത് റെഡി ടു മേക്കിംഗ് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മളായിട്ട് ഒന്നും ചേർക്കണ്ട. ആദ്യം ഒരു പാത്രം നന്നായി ചൂടാക്കുക. പിന്നെ പാക്കറ്റ് കട്ട് ചെയ്ത് അതിലേക്ക് ഇടാം. പെട്ടെന്ന് തന്നെ അടച്ചു വെക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇതൊക്കെ നമ്മുടെ മുഖത്ത് തെറിച്ച് ആകെ കൊളാവും. കണ്ടില്ലേ ഓരോന്നോരോന്നായിട്ട് പൊട്ടിത്തെറിക്കണത്. ഇടയ്ക്ക് പാത്രം ഒന്നും ഇങ്ങനെ ഷെയ്ക്ക് ചെയ്ത് കൊടുക്കാം. നല്ല രസമുണ്ടല്ലേ ഇതിങ്ങനെ ഇങ്ങനെ പൊങ്ങി പൊങ്ങി താഴ്ത്തി വീഴുന്നത്. നമുക്കൊന്ന് തുറന്നു നോക്കാം. കുറച്ചുകൂടി പൊട്ടിത്തെറിക്കാൻ ബാക്കിയുണ്ട്. ഇപ്പൊ ഏകദേശം റെഡി ആയിട്ടുണ്ട്. എന്ത് ഭംഗിയാലേ ഈ പോപ്കോൺ കാണാൻ. വെറും 10 മിനിറ്റ് മതി ഈ പോപ്കോൺ റെഡി ആവാൻ. നല്ല മുല്ലപ്പൂ പോലെ ഉണ്ട്. അങ്ങനെ ഇത് റെഡിയായി. ഇനി നമ്മുടെ ബോട്ടി എന്തായി നോക്കാം. ഇനി കുറച്ച് ചെറിയുള്ളി ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞത് വേണം. എന്നിട്ട് ഒരു ചീനച്ചട്ടി എടുത്ത് ചൂടാക്കുക. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ചെറിയുള്ളി മൂപ്പിക്കണം. ഉള്ളി നല്ല ബ്രൗൺ കളർ ആവണ വരെ വെയിറ്റ് ചെയ്യണം.
ഇപ്പം അത് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് സെറ്റാക്കാം. പിന്നെ നമ്മുടെ ബോട്ടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ബോട്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 2 ഡിഷ് ഉണ്ടാക്കി. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനി വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.